The usual duration of a bedside clinic is about 30 to 45 minutes, and the students have to gather around the patient in an informal way in order to avoid tension to him. So, bedside clinic എന്ന് പറയുന്നത് the total duration that may vary according to the disease condition and according to the active participation in the discussion. Average, it varies for about 30 to 45 minutes. ഇവിടെ പേഷ്യൻസ് ൻ്റെ ചുറ്റും കുട്ടികൾ എന്താ ഗ്യാദർ ചെയ്യണം, ആൻഡ് ദിസ് ഷുഡ് ബി ഡൺ ഇൻ എൻ ഇൻഫോർമൽ മാനർ. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളുടെ ചുറ്റും ഒരു 10-12 പേര് വന്ന് ചുറ്റി നിന്നിട്ടുണ്ടെങ്കിൽ ദേ വിൽ ബി ടെൻസ്ഡ്. സോ ദിസ് ഷുഡ് ബി അവോയ്ഡഡ്. സോ വളരെ ഇൻഫോർമലായിട്ട് പേഷ്യൻറ്റ് പറഞ്ഞു കൊടുത്ത ശേഷം മാത്രമേ ആ പേഷ്യൻ്റെ ചുറ്റും ഗ്യാദർ ചെയ്യാവുള്ളൂ. Patient should be taken into confidence and nothing should be done or told throughout the clinic which may humiliate or embarrass him. So പേഷ്യൻറ്റിന് പ്രയറായിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം, എന്താണ് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രയറായിട്ട് പറഞ്ഞു കൊടുക്കണം. Patient should be ensured that nothing would happen that would embarrass him during the discussion. If the patient's condition permits, it is better to motivate him to give a brief description regarding his condition. So patient could involve ചെയ്യിപ്പിക്കുകയാണെങ്കിൽ the discussion would be better. So if the situation allows, ആ patient history ഒക്കെ പറയുന്ന സമയത്ത് പേഷ്യൻറ്റിനെ കൂടെ ഇൻവോൾവ് ചെയ്ത് ആളെ കൊണ്ട് ഹിസ്റ്ററി പറയിപ്പിക്കുന്നതായിരിക്കും it would be better, so that the patient would feel better as well as the discussion would be active. The learning experience is essentially discussional with a focus on the total care of the patient, specific nursing care, observations and the recorded data and their implications, the patient reactions, response to care and progress. So ഈ ഒരു ടോട്ടൽ ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ആ പേഷ്യൻ്റ് ടോട്ടൽ കെയർ എന്തൊക്കെയാണ് നഴ്സിംഗ് കെയറിൽ ഇൻവോൾവ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്, റെക്കോർഡഡ് ഡേറ്റ ഒന്ന് പഠിച്ച് ആ ഒരു റെക്കോർഡഡ് ഡേറ്റയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, ലൈക്ക് വൈറ്റൽ സൈൻസ് എങ്ങനെ വേരി ചെയ്യുന്നു, അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെയൊക്കെ ഇംപ്ലിക്കേഷൻസ്, എന്തുകൊണ്ടാണത് ചെയ്യുന്നത്, ദ പേഷ്യൻ്റ് റിയാക്ഷൻസ്, നമ്മൾ കൊടുക്കുന്ന ഇൻ്റർവെൻഷൻസിനോട് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് പേഷ്യൻ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ദ റെസ്പോൺസ് ടു കെയർ ആൻഡ് പ്രോഗ്രസ്, ദ പ്രോഗ്രസ് ഓഫ് ദ പേഷ്യൻ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ബെഡ്സൈഡ് ക്ലിനിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. The medical and surgical treatment and the consequences regarding how they relate to and the effect of the nursing care are the key factors in the learning experience and include solving of the patient care problems. സോ നമ്മൾ ഈ ഒരു എൻറ്റയർ ഡിസ്കഷൻ നടത്തുമ്പോൾ അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ പേഷ്യൻറ്റ്. അതിനോട് പേഷ്യൻ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡിസീസ് കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന നഴ്സിംഗ് കെയർ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണ്, ഇതുമൂലം പേഷ്യൻ്റ് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, പേഷ്യൻ്റെ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടോ ഈ ഇൻ്റർവെൻഷൻസ് വഴി. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഈ ഒരു ബെഡ്സൈഡ് ക്ലിനിക്കിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട്. The presence of the patient during the entire period is not a must. So initial discussion can be done in the presence of the patient where we discuss about the patient's condition, and thereafter when we discuss about the medical and surgical treatment, the nursing care interventions, we can move out, or the patient can be sent to the bed so that he would be relaxed and ചിലപ്പോൾ നമ്മൾക്ക് പേഷ്യൻറ്റിന് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻവോൾവ് ആവേണ്ടാത്ത കാര്യങ്ങളിൽ പേഷ്യൻറ്റിനെ ഇൻവോൾവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഹി വോണ്ട് ബി എന്താ ഡിസ്ട്രാക്റ്റഡ് അല്ലെങ്കിൽ ഹിസ് കെയർ വോണ്ട് ബി ഇൻറ്ററപ്റ്റഡ്. Before going to the patient's side, the teacher has to explain some details which do not require his presence, like biodata, family background, past medical history, etc. സോ പേഷ്യൻ്റെ ബെഡ് സൈഡിലേക്ക് പോകുന്നതിന് മുമ്പേ ആ ഒരു പേഷ്യൻറ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടാത്ത അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കൂടാതെ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്, സോ ദാറ്റ് വി വോണ്ട് അൺനെസസറിലി വേസ്റ്റ് ഹിസ് ടൈം. Condition of the patient, signs and symptoms,
line of management and nursing care are discussed in the presence of the patient. So patient present condition എന്തൊക്കെയാണ്, ഈ ഒരു ഡിസീസിലെ പേഷ്യൻ്റ് ഉണ്ടായ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്, ഈ ഒരു ഡിസീസ് പ്രോസസ്സിൽ പേഷ്യൻ്റ് കിട്ടുന്ന നഴ്സിംഗ് കെയർ ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ പേഷ്യൻ്റ് പ്രസൻസിൽ ഡിസ്കസ് ചെയ്യുന്നതാവും നല്ലത്. സോ ദാറ്റ് ഇഫ് ദർ ആർ എനി ക്ലാരിഫിക്കേഷൻസ് ഇറ്റ് ക്യാൻ ബി ക്ലാരിഫൈഡ് ഫ്രം ദ സൈഡ് ഓഫ് ദ പേഷ്യൻറ്റ്. While discussing, the teacher can involve the students, especially the students who is looking after the patient. So entire discussion teacher alla cheyendadu, her role is to lead the discussion. So ആ ഒരു ഡിസ്കഷനിൽ ആ പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. After the explanation by the teacher, students are allowed to interact with the patient for further clarification. സോ നമ്മളുടെ ഇനീഷ്യൽ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആ ഒരു സൈൻസ് ആൻഡ് സിംറ്റംസിനെ പറ്റിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് ചോദിക്കാൻ പറ്റിയുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് പേഷ്യൻറ്റ് ഇൻട്രാക്ഷൻ ക്യാൻ ബി ഡൺ. വൺസ് ദിസ് ഇൻട്രാക്ഷൻ ഇസ് ഓവർ, patient is set free, and in further discussion students doubts and questions are clarified or answers. So ഒരു പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ കഴിയുമ്പോൾ പേഷ്യൻറ്റിനെ ആ ഒരു ഡിസ്കഷനിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്, ഫർദർ ഡിസ്കഷനിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. ആൻഡ് ഇൻ ദ ഫർദർ ഡിസ്കഷൻ ഇഫ് ദർ ആർ എനി ഡൗട്ട്സ് ഓർ ക്ലാരിഫിക്കേഷൻസ് ദാറ്റ് ആർ ക്ലിയർഡ് ബൈ ദ ടീച്ചേഴ്സ് and the student doubts are answered. Bedside clinic ends with a summary, a recapitulation of important aspects and feedback from the students. ഏതൊരു ബെഡ്സൈഡ് ക്ലിനിക്കും ഫൈനലി അത് എൻഡ് ചെയ്യുന്നത് ഒരു സമ്മറിയോട് കൂടിയാണ്. റീക്യാപ്ചുലേഷൻ ഇസ് ഡൺ ആൻഡ് ഫീഡ്ബാക്ക് ഇസ് ഒബ്റ്റെയിൻ ഫ്രം ദ സ്റ്റുഡൻസ്. So this is as a whole about bedside clinic. സോ ബെഡ്സൈഡ് ക്ലിനിക്കിൽ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് നമ്മളുടെ ഡെർമറ്റോളജി വാർഡിൽ ഡോക്ടർ ക്രൈറ്റൻ്റെ ഒരു റൗണ്ട്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി കണ്ടക്ട് ബെഡ്സൈഡ് ക്ലിനിക് അല്ലേ, എല്ലാവരെയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് ആ ഒരു ബെഡ്സൈഡ് ക്ലിനിക്ക് സാറ് നടത്താറ്. ലൈക്ക് പേഷ്യൻ്റ് ഇസ് ഇൻവോൾവ്, പേഷ്യൻ്റെ റിലേറ്റീവ്സ് ആർ ഇൻവോൾവ്, അവിടെ ടേക്ക് കെയർ ചെയ്യുന്ന നഴ്സസ് ദേ ആർ ഇൻവോൾവ്, nursing students are involved, and the interns MD-യുടെ ഇൻറ്റേൺസും അതുപോലെ തന്നെ MBBS-ൻ്റെ ഇൻറ്റേൺസും ഇൻവോൾവ് ആണ്. ഹി ഗീവ് ആഡിക്വേറ്റ് ടൈം ഫോർ ദ സ്റ്റുഡൻറ്റ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ ഡിസീസ് കണ്ടീഷൻ. ആ ഒരു പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഡോക്ടറിന് ആ ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ ടൈമും കെയർ ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടൈം കൊടുക്കും. അതിനുശേഷം പേഷ്യൻസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കും, റിലേറ്റീവ്സ് ആർ ഇൻവോൾവ്. സോ സച്ച് എ വണ്ടർഫുൾ റൗണ്ട്സ് ആർ അറ്റൻഡഡ് ഇൻ ഡെർമറ്റോളജി വാർഡ്. നിങ്ങൾ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വെനെവർ യു റൈറ്റ് അബൌട്ട് ബെഡ്സൈഡ് ക്ലിനിക് യു ക്യാൻ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ റൗണ്ട്സ് that is conducted by sir, and you can involve all those points in the answer. So bedside clinic, it can be divided into different phases. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അതിനൊന്ന് ഫേസസ് ആയിട്ട് പറയുകയാണെങ്കിൽ there are two basic phases, preparation phase as well as conduction phase. In the preparation phase what we do is determine the purpose of the clinic. എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ബെഡ്സൈഡ് ക്ലിനിക്കിൽ ഉദ്ദേശിക്കുന്നത് എന്ന് ഡിറ്റർമൈൻ ചെയ്യും. സെലക്ടിങ് ദ പേഷ്യൻറ്റ്, ഗെറ്റിംഗ് ദ കൺസെൻറ്റ് ഫ്രം ദ പേഷ്യൻറ്റ്, സെലക്ടിങ് ദ സെറ്റിംഗ് വെയർ ദ ബെഡ്സൈഡ് ക്ലിനിക് ഇസ് ടു ബി കണ്ടക്റ്റഡ്. ബെഡ്സൈഡിലാണോ അതോ നമ്മളുടെ ക്ലിനിക്കൽ ടീച്ചിങ് റൂമിലാണോ എന്ന് ഡിസൈഡ് ചെയ്യും. Appropriate instructions to the students as well as collecting all necessary patient related data. ഇതാണ് ഈ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. In the conduction phase it can be further divided. There are different phases in the conduction phase. The first phase is introduction, where the students are acquainted regarding the patient's background, other related data about the management, significant observations to be made, and the questions to be answered. So ഒരു സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഫേസാണ് ഇൻട്രൊഡക്ഷൻ ഫേസ്, വേർ വി എക്സ്പ്ലെയിൻ അബൌട്ട് ദ പേഷ്യൻസ് ബാക്ക്ഗ്രൗണ്ട്, other related data about the management, significant observations which are to be made, and the questions which are to be answered.